ഈ ഒരു ഫ്രോക്കിന്റെ മോഡൽ ഇട്ടപ്പോൾ കുറെ പേര് എന്നോട് ഈ ഒരു സ്ലീവിന്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പൊ ഈ ഒരു കുഞ്ഞു സ്ലീവ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതുപോലെയുള്ള വലിയൊരു ബോൾ ആയിട്ടുള്ള ഒരു സ്ലീവ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണ്ടിക്ക് മാത്രം ഞാൻ പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിക്ക് എടുത്തിട്ടുണ്ടായ ഒരു ക്ലോത്ത് ആണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയിൽ ഇല്ല അത്ര പഫ്നെസ് ഇതിൽ കാണിക്കാത്തത്. ഒന്നാമത് സാറ്റിൻ മെറ്റീരിയൽ ആണ് കേട്ടോ. എല്ലാവർക്കും റമദാൻ മുബാറക്. അസ്സലാമു അലൈക്കും. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ഈവനിങ്ങിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് കേട്ടോ. അപ്പൊ തലേത്തെ ദിവസം നമ്മൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ബാക്കി ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നമുക്കൊന്ന് സെറ്റാക്കി വെക്കാനുണ്ട്. നമുക്കിപ്പോ സ്റ്റിച്ചിങ് മാത്രമല്ലല്ലോ, വീടിന്റെ കാര്യങ്ങളും നോക്കണം, സ്റ്റിച്ചിങ്ങും എല്ലാം മൊത്തത്തിലാകുമ്പോൾ നമുക്ക് കുറെ പണികൾ കൂടുതലാണ് കേട്ടോ. അപ്പം അതിന്റെ ഇടയിൽ നമ്മൾക്ക് പിന്നെ എന്താ പറയാ മോം ആൻഡ് ബേബി കോമ്പോന്റെ ഒരു ഡ്രസ്സിന്റെ പർച്ചേസ് ചെയ്യാനുണ്ടായിന്. പിന്നെ വേറെ 2-3 പർച്ചേസും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അത് അവർക്ക് വീഡിയോ ഞാൻ പിന്നീട് എടുത്തെടുത്തോണ്ടാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊന്ന് പോകാനുണ്ട്. ഇതിപ്പം വന്നിട്ടുണ്ടായത് നമ്മളെ ഉമ്മാന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ്. അല്ലാന്നില്ലെങ്കിൽ ഞാൻ പയ്യന്നൂര് പോകുമ്പോ അവിടെ നിന്ന് സാധനം എടുക്കും, അല്ലെങ്കിൽ പാലക്കോട് ആ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ. എന്റെ അറിയുന്നവര് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചിരിക്കല്ലേ കേട്ടോ. പിന്നെ അങ്ങനെയാണ് നമ്മള് സാധനങ്ങൾ എടുക്കാറുള്ളത് കേട്ടോ. ഇതിപ്പോ ഏട്ടത്തിന്റെ മോനാണ് കൂടെ ഉണ്ടായിട്ടുണ്ടായത്. അപ്പൊ നമ്മളെ സാധനങ്ങളും കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം നമ്മളെ ഫുഡിന്റെ പ്രിപ്പറേഷൻ ആണ്. ഇന്നിപ്പം വന്നിട്ടുണ്ടായത് നമ്മള് ബീഫ് കറിയും നെയ്ച്ചോറും ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നുണ്ടായത്. അപ്പം അതും നമ്മളെല്ലാം കട്ടിംഗ് ബോർഡ് എടുക്കാൻ ഭയങ്കര മടിയാണ് എനിക്ക്. ഞാൻ കൈയോടെ തന്നെ എന്താ പറയാ മുറിച്ചിട്ട് ഇതേപോലെ തന്നെയാണ് പിന്നെ തക്കാളി ഉള്ളിയെല്ലാം മുറിച്ചിട്ട് ഇടാറുള്ളത് കേട്ടാ. ഇത്ര മടി എന്ന് പറഞ്ഞാൽ ആ കട്ടിംഗ് ബോർഡ് എല്ലാം ഞാൻ തന്നെ കഴുകി വെക്കണ്ടേ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എളുപ്പപ്പണിക്കലും പോകുന്നത്. കുക്കിങ്ങിന്റെ കാര്യത്തിൽ എനിക്ക് എന്താണെന്നറിയില്ല, അത്ര വല്ല ഇഷ്ടമല്ല. പിന്നെ എന്താ പറയാ, ഏട്ടത്തിക്കാണെങ്കിൽ എല്ലാ ഫുഡ് ഐറ്റംസ് എല്ലാം വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നല്ല നല്ല ടേസ്റ്റി ഫുഡ് അവിടെ പോലെ കിട്ടും. പിന്നെ അപ്പൊ നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്ത് എല്ലാം വെച്ച് ബീഫും എല്ലാം ഒരുമിച്ചിട്ട് തന്നെ അങ്ങ് ഇട്ട് കുക്കറിലങ്ങ് കൂക്കിയിട്ട് എടുത്തിട്ടുണ്ടായിട്ടാ. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഉള്ളി ചെറുതായിട്ട് അങ്ങ് കരിഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും പോട്ടെ, നമുക്ക് വേണ്ടിക്കല്ലേ, എന്തായാലും സഹിച്ചല്ലേ പറ്റൂ. അപ്പം അങ്ങനെ നെയ്ച്ചോറും കാര്യങ്ങളെല്ലാം എല്ലാം കുറച്ച് അരി നമ്മള് എന്താ പറയാ വറുത്തെടുക്കലില്ല, അങ്ങനെ എടുത്തിട്ടുണ്ടായിന് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിന്. പിന്നെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറിന്റെ അരി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ചെറിയൊരു വിരല് ഇങ്ങനെ ഒരു മുങ്ങുന്ന വിധത്തിലാണ് വെള്ളം ഒഴിക്കേണ്ടതെന്ന് അത് എനിക്ക് ആരോ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായി. അപ്പൊ ആ ഒരു രീതിക്ക് തന്നെയാണ് ഞാൻ വെള്ളം ഒഴിക്കാറുള്ളത് കേട്ടോ. അപ്പൊ നെയ്ച്ചോറും ബീഫ് കറിയും എല്ലാം സെറ്റ് ആയിട്ടുണ്ടായിന്. ചില ആളുണ്ടാവില്ലേ, നമ്മള് എന്താ പറയാ ജീവിക്കാൻ വേണ്ടിക്ക് തിന്നെന്ന് പറഞ്ഞ പോലെ അതിൽ പെട്ടതാണ് കേട്ടോ ഞാൻ. പക്ഷെ എന്റെ സ്റ്റിച്ചിങ്ങിൽ ഞാൻ എന്ത് വേണമെങ്കിലും വല്ല വല്ല എന്താ പറയാ എടുത്താ പൊന്താത്ത സംഭവം വരെ ഞാൻ പൊന്തിക്കാൻ നോക്കും സ്റ്റിച്ചിങ്ങിൽ. അത് ഓരോരാൾക്ക് ഓരോരോ ഈലുള്ള ഇഷ്ടങ്ങളല്ലേ. അതുപോലെയാണ് കേട്ടോ, എനിക്ക് സ്റ്റിച്ചിങ്ങിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പൊ നമുക്ക് ഈ ഒരു സ്ലീവിന്റെ മാർക്കിംഗ് എങ്ങനെയാന്ന് വരുന്നത് നമുക്ക് നോക്കട്ടോ. അപ്പൊ ആദ്യം നമ്മൾ ഈ ഒരു ബോഡി പാർട്ടിൽ നമ്മൾ 1.25 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് വിട്ടിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മാർക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നില്ലതിൽ വേണ്ടിക്ക് മാത്രം ഇത് അടയാളപ്പെടുത്തിയിട്ടുണ്ടായത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ആം ഹോൾ ആയ ഒരു മാർക്കിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ടായില്ലേ 1.25, അവിടെ നിന്നും വരെ എത്രയാണോ നമ്മൾ ആം ഹോളിന്റെ റൗണ്ട് വരുന്നത് അത് എടുക്കുക. നമ്മൾക്കിപ്പം വന്നിട്ടുണ്ടായത് 5 ഇഞ്ചാണ് കേട്ടോ. അപ്പൊ ആ ഒരു 5 ഇഞ്ച് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്ലീവിലേക്ക് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് വന്നിട്ടുണ്ടായത്. പിന്നെ എന്താ പറയാ, നമ്മൾ ഈ ഒരു ലൈനിങ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്ത ഭാഗം നമ്മളുടെ മുകൾ ഭാഗത്ത് വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമ്മൾ ആം ഹോളിന്റെ ലെങ്ത് കിട്ടിയിട്ടുണ്ടായത് 5 ഇഞ്ച്. ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് 1/2 ഇഞ്ച് കുറച്ചിട്ട് ഒരു മാർക്കിംഗ് കൊടുക്കുക. അതായത് 4.5 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്കിംഗ് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് നമ്മള് എന്താ പറയാ സ്ലീവിന്റെ ലെങ്ത് വന്നിട്ടുണ്ടായത് 3.5 ഇഞ്ച്. അതിൽ 1 ഇഞ്ച് കൂട്ടിയിട്ട് 4.5 ഇഞ്ച് സ്ലീവിന്റെ ലെങ്ത് നമ്മൾ എന്താ പറയാ 4.5 ഇഞ്ച് എടുക്കുക. അത് ഇതേപോലെ നമ്മൾ ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് ഒന്ന് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് നമ്മൾ സ്ലീവിന്റെ ആം ഹോളാണ്. അപ്പൊ നമ്മള് ആം ഹോൾ നമുക്ക് 5 ഇഞ്ചാണ് വന്നിട്ടുണ്ടായത്. ഓക്കെ. നമ്മൾ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചത് 4.5, 1/2 ഇഞ്ച് കുറച്ചിട്ട്. അപ്പൊ നമ്മൾ ആ ഒരു കോർണറിന് 5 ഇഞ്ച് എവിടെയാണോ പിന്നെ താഴോട്ടേക്ക് വെച്ചിട്ട് കിട്ടുന്നത് അവിടത്തേക്ക് നമ്മൾ ഇതേപോലെ വെച്ചിട്ട് എന്താ പറയാ സ്ട്രൈറ്റ് ആയിട്ട് ഒരു വര വരക്കുക. ഓക്കെ. എന്നിട്ടാകുമ്പോൾ നമ്മൾ അതിന്റെ സെന്റർ പോർഷൻ എടുക്കുക. 2.5 ഇഞ്ച് ഇതേപോലെ സെന്ററിൽ മാർക്ക് ചെയ്യുക. എന്നിട്ടാകുമ്പം നമ്മള് എന്താ പറയാ നമ്മളെ സ്ലീവിന്റെ റൗണ്ട് ഉണ്ടാവൂലേ, കൈ കയറുന്ന സ്ഥലം, അത് 3 ഇഞ്ചാണ്. അവിടെ ഒരു 3.5 ഇഞ്ച്
മാർക്ക് എടുക്കുക. 6 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. അത് 3.5 ഇഞ്ച് അല്ലെങ്കിൽ 3.25 ഇഞ്ച് നമ്മൾ ഇതേപോലെ മാർക്കിങ് കൊടുക്കുക കേട്ടോ. എന്നിട്ടാവുമ്പം നമ്മൾ ഈ 5.5 ഒരു കോർണർ ഭാഗമില്ലേ, ഇത് അവിടേക്ക് ഈ ഒരു മാർക്കിങ് ഒന്ന് യോജിപ്പിക്കുക. ഓക്കെ, ഇത് സ്ലീവ് അറിയാത്തവർക്ക് പെട്ടെന്ന് കിട്ടാനുള്ള ഒരു ട്രിക്കാണ് കേട്ടോ. നമ്മൾ ആം ഹോൾ കേവ് ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. അപ്പൊ നമ്മളൊരു എല്ലായിടത്തും ഓരോരോ മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. അതിന് സ്ലീവ് ലെങ്ത്തും ഇതിവിടെ ഓപ്പണ്, അവിടെ ആം ഹോൾ ഏരിയ, അങ്ങനെ എല്ലാം മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു കോർണറിൽ നിന്ന് നമുക്ക് 1 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര വരച്ചതിന് ശേഷം നമ്മൾ ഈ സെന്റർ പോർഷനിൽ നിന്ന് 1/4 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് ഒരു കേർവ് ഇതേപോലെ വരച്ചു കൊടുക്കുക. ഈ 1 ഇഞ്ചിന്ന് നേരെ വരച്ചിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ചിന്ന് ഉള്ളിലോട്ടേക്ക് വരിക. എന്നിട്ട് ആ 1/4 ഇഞ്ച് ഈ ഒരു പിന്നെ കോർണറിലേക്ക് അവസാനിപ്പിക്കുക. ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യുന്നത്. കിഡ്സിൻ്റെലും ഇതുപോലെ ചെയ്താൽ വേഗം കിട്ടും കേട്ടോ. വലിയവരത് ഇതുപോലെയല്ല, അത് വേറെ രീതിയുണ്ട്. അത് ഞാൻ പിന്നീട് വീഡിയോ എടുക്കുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ എന്നിട്ടാവുമ്പം ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റുക. കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ സ്റ്റിച്ചിങ് എന്താ പറയാ തുന്നൽ തുണി കൊടുത്തിട്ടില്ല എന്നുള്ളൊരു ഓർമ്മ വന്നത്. അപ്പൊ അവിടെ എത്തുമ്പോഴത്തേക്ക് ഞാനവിടെ 1.5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഇതുപോലെ നമ്മൾ പിന്നെ മാർക്ക് ചെയ്തിട്ട് മാറ്റുക. അതും ഇതേപോലെ നമ്മളെ ഓപ്പൺ ഭാഗമില്ലേ അവിടെയും 1.25 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചായാലും മതി കേട്ടോ. നമ്മൾക്ക് എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലും തെറ്റിപ്പോകുന്നതിന് വേണ്ടിയിട്ടാണ് 1/4 ഇഞ്ച് അധികം കൊടുക്കുന്നുണ്ടായിന്. അതിൻ്റെ കൂടുതലൊന്നും കൊടുക്കേണ്ട വല്ല ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ കൂടുതൽ തുണി ഉള്ളിലോട്ടേക്ക് പോകുമ്പോൾ നമ്മളെ ഒരു നീറ്റ്നെസ് തന്നെ പോകും. നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം ഇതേ നമ്മൾ 2 ഫോൾഡ് ചെയ്തിട്ട് വെച്ച ഈ ഒരു ക്ലോത്തിന്റെ മേല് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു സ്ലീവില്ലേ അത് ഇതേപോലെ വെക്കുക. ഇതുപോലെയല്ല, നെക്സ്റ്റ് വരുന്ന രീതിയിൽ. അതായത് നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്തതിനു ശേഷം ഫോൾഡ് ചെയ്ത ഭാഗത്തിന്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് എക്സ്ട്രാ നമ്മൾക്ക് എത്ര ഇഞ്ചാണോ നമുക്ക് പ്ലീറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ക്ലോത്ത് കൂട്ടി കൊടുക്കുക കേട്ടോ. ഇതിപ്പം പിന്നെ ഓർഗാൻസ മെറ്റീരിയൽ ആണെങ്കിൽ അടിപൊളിയിൽ ഈ ഒരു സ്ലീവ് നിൽക്കും. ഒരു എളുപ്പത്തിന് വേണ്ടിക്ക് ഞാൻ ഇതിന്റെ മേലെ പിന്നെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിന്. അപ്പൊ നമ്മൾ മുകളിലോട്ടേക്ക് 3 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുക. ഇത് നമ്മൾ വീതി കൊടുത്തിട്ടുണ്ടായത് 9 ഇഞ്ചാണ്. അത് നിങ്ങളെ പ്ലീറ്റ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സ്ലീവ് വെച്ച അതേപോലെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത ശേഷം ആ ഒരു 3 ഇഞ്ചിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ഹൈറ്റ് കൂട്ടി കൊടുക്കുക. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കേവ് ഷേപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ മാർക്കിങ് ചെയ്യാൻ കഴിയുന്നത് ആ ഒരു രീതിയിൽ ആ 3 ഇഞ്ചിലേക്ക് ഒന്ന് മുട്ടിക്കുക. എന്നിട്ട് നേരെ ഒന്ന് മാർക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു സ്ലീവിന്റെ മാർക്കിങ്ങിന്. നമ്മളിപ്പോ മാർക്ക് ചെയ്തതിന്റെ മുകളിലേക്ക് കൂടി നമ്മൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു സ്ലീവ് മാറ്റാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ സെന്റർ ഭാഗത്ത് ഉണ്ടാവൂലേ അവിടെ ഒരു കട്ട് ഇട്ടിട്ട് കൊടുക്കുക. നമ്മൾ പ്ലീറ്റ് ഇടുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഷോൾഡറിലേക്ക് തന്നെ ആ ഒരു സെന്റർ ഭാഗം വരണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓരോരോ കട്ടും ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ആം ഹോളിന്റെ ആ ഒരു ഭാഗം വന്നിട്ടുണ്ടായിട്ടില്ലേ അവിടെ നമുക്ക് ഫസ്റ്റ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, പ്ലീറ്റ് ഇടാൻ നമ്മൾ എപ്പോ എടുക്കുന്ന ആയുധം തന്നെ ഇന്നും എടുക്കുന്നുണ്ട് കേട്ടോ, സ്ക്രൂ ഡ്രൈവർ. ഓക്കെ, എനിക്ക് അതിട്ടിട്ട് ആ എന്താ പറയാ പ്ലീറ്റ് ഇടുമ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് മുന്നേ എടുക്കുന്നത്. സ്റ്റിച്ചിങ് ലെങ്ത്തും കൂട്ടിയിട്ടൊന്നും ഇപ്പൊ ചെയ്യാറില്ല, ഈ ഒരു രീതിക്ക് തന്നെയാണ് ഞാൻ ചെയ്യാറുണ്ട്. ആദ്യം അത് ചെയ്യാറുണ്ട്, പിന്നെ നമ്മൾ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലോങ് സ്റ്റിച്ച് ഇട്ടിട്ടാണ് നമ്മൾ പ്ലീറ്റ് ഈ ഒരു മെഷീനിൽ ഇടാറുള്ളത്. അതുപോലെ തന്നെ മറ്റേ നമ്മളെ ഒരു ബ്ലാക്ക് കളർ മെഷീനില്ലേ അതിലും ഈ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്യാറുള്ളത്. ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുക, ടൈറ്റ് ആക്കി കൊടുക്കുക, എന്നിട്ട് ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മൾ ആ ഒരു ഭാഗം മനസ്സിലാകാൻ വേണ്ടിക്ക് നമ്മൾ ഒന്നൊരു സൂചി കുത്തി കൊടുക്കുന്നുണ്ട്. കാരണം താഴലും മേലും പ്ലീറ്റ് ഇടുമ്പം ആം ഹോളിന്റെ ഭാഗം ചിലപ്പോൾ നമ്മൾ കൈയിന്റെ ഓപ്പൺ ഏരിയ എന്ന് വിചാരിച്ചു പോകും. എനിക്ക് അതുപോലെ കുറെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് മുൻകൂട്ടി ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഇതുപോലുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തോ. ഒന്നിക്കില്ലെങ്കിൽ മാർക്കിംഗ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു പിൻ കുത്തിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം എനിക്ക് ഈ ഒരു അബദ്ധങ്ങൾ കുറേ യൂട്യൂബ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് തുന്നയിക്കേണ്ടി വരും. അതേ ഒരു പണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ഓപ്പൺ ഏരിയയിൽ ഫസ്റ്റ് നമ്മൾക്ക് ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പം നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു പ്ലീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഇട്ട് പോയതല്ലേ, ഇതിൽ ഞാനൊരു പിന്നെ കട്ടും കൊടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ അതിന് കറക്റ്റ് ആയിട്ട് ഒന്ന് സ്പീഡിൽ ഇട്ടുന്നതാണ് ഈ ഒരു ഭാഗം.
എന്നിട്ടാകുമ്പോൾ നമ്മള് ഈ ഒരു മെയിൻ ക്ലോത്തിന്റെ നല്ല ഭാഗത്ത് ലൈനിങ് വെച്ചിട്ട് ഒന്ന് തിരിച്ചടിക്കാനുണ്ട്. ഓക്കെ, അപ്പം ഞാനിപ്പം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും കേട്ടോ. അപ്പൊ നമ്മള് മെയിൻ ക്ലോത്തിന്റെ മേലിൽ ഇതേപോലെ ലൈനിങ് സ്റ്റിച്ച് ചെയ്ത ശേഷം എന്തെങ്കിലും ക്ലോത്തും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് ഒന്ന് ഓപ്പൺ ആക്കുക. എന്നിട്ട് അതിന്റെ മുകളിലേക്കൂടി ഒന്ന് ഒരു സ്റ്റിച്ചിങ് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു മെയിൻ ക്ലോത്ത് ഉള്ളിലോട്ടേക്ക് വരുന്ന രീതിയിൽ, നല്ല ഭാഗം ഉള്ളിലോട്ടേക്ക് വരുന്ന രീതിയിൽ പിന്നെ പുറത്തേക്കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കാനുണ്ട്. അത് നമ്മള് കൈയിന്റെ ഓപ്പൺ ഏരിയ ഉണ്ടാവില്ലേ, അത് നമ്മൾ 3.25 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായത്. അത് ഇതേപോലെ കറക്റ്റ് അവിടെ ഒരു മാർക്കിംഗ് കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് പിൻ ചെയ്തിട്ട് കൊടുക്കുക. ആ പിൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ ലൈനിങ്ങും മെയിൻ ക്ലോത്തും നമ്മൾ അപ്പുറം എന്താ പറയാ ഏത്തക്കോത്ത എന്താ പറയല് അതില്ലാണ്ടിരിക്കാൻ വേണ്ടിക്കാണ് കേട്ടോ പിൻ ചെയ്തിട്ട്. എന്നിട്ട് കറക്റ്റ് നമ്മൾ കൺഫേം ചെയ്യണം അത് കറക്റ്റ് തന്നെ, എന്നിട്ട് മാത്രമേ ഒരു സ്റ്റിച്ചിങ് ചെയ്യാൻ പാടുള്ളൂ. എല്ലാം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് നൂലും കാര്യങ്ങൾ എന്തായാലും തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റിയാൽ നമുക്ക് പിന്നീട് ഒരു പണി ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഈ ഒരു സ്റ്റിച്ചിങ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇതേപോലെ ഫോൾഡ് ചെയ്തതിനു ശേഷം നമുക്ക് കിട്ടുന്നത് ഈ ഒരു രീതിക്കാണ് നമ്മളെ ഒരു സ്ലീവ്. അതായത് നമ്മൾ ഷേപ്പ് ചെയ്യുന്ന ഭാഗത്തെ ആ ഒരു സ്റ്റിച്ച് ഉള്ളിലോട്ടേക്ക് ആക്കാൻ വേണ്ടിക്കാണ് സ്ലീവ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായത്. പല രീതിയിലും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ്ങിന്റെ ആ ഒരു തുമ്പലിൽ ഉള്ളിലോട്ടേക്ക് പോയിട്ടുണ്ടായിന്. നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് ഷോൾഡർ ഭാഗത്ത് വരുന്ന ഒരു പ്ലീറ്റ് ഇല്ലേ, അതായത് ആംഹോളിന്റെ ഭാഗം, അത് ഇതേപോലെ ലൈനിങ്ങിന്റെ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റാനുണ്ട് കേട്ടോ. 1 to 2 ഇയേഴ്സിന്റെ മെഷർമെന്റിലാണ് ഈ ഒരു സ്ലീവ് നമ്മൾ ചെയ്തിട്ടുണ്ടായത്. അപ്പൊ സ്ലീവിന്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായി. അതിന്റെ ഉൾഭാഗം കാണുമ്പോൾ ഈ ഒരു കുഞ്ഞി സൈസാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ. നമ്മളത് ഉള്ളിലോട്ടേക്കൊന്ന് പുറത്തോട്ടേക്കൊന്ന് അത് ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ഈ ഒരു സ്ലീവ് ഈ ഒരു രീതിയിലാണ് കിട്ടാനുള്ളത്. അപ്പം ഈ ഒരു സ്ലീവിനെ കുറിച്ചിട്ട് ഒരു ഡൗട്ടും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്റെ വീഡിയോ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് അറിയിക്കണം കേട്ടോ. കുറച്ച് പേര് ചുരിദാറിനെ കുറിച്ചിട്ട് കട്ടിങ് സ്റ്റിച്ചിങ്ങിനും ചോദിച്ചിട്ടുണ്ടായിന്. അത് ഇൻഷാല്ല ഞാൻ എന്തായാലും ഇടും കേട്ടോ. പിന്നെ നമുക്ക് ഇതൊന്ന് ഡമ്മിയിലൊന്ന് സെറ്റ് ചെയ്തിട്ട് നോക്കാം. അതിനു വേണ്ടിക്ക് ഫസ്റ്റ് നമ്മൾ ഈ ബോഡി പാർട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ എടുക്കാൻ വേണ്ടിക്ക് മാത്രം എടുത്തിട്ടുണ്ടായ ഒരു ബോഡി പാർട്ടാണ് കേട്ടോ. അത് ഇതുപോലെ നമ്മൾ ഓരോരോ സൈഡിലും ഇതേപോലെ പിൻ ചെയ്തിട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ സ്ലീവ് ഷോൾഡറിന്റെ സെന്റർ ഭാഗവും സ്ലീവിന്റെ സെന്റർ ഭാഗം ഇതുപോലെ ഒന്ന് പിൻ ചെയ്തിട്ട് നമ്മൾ ആദ്യം കൊടുക്കുക. എന്നിട്ട് ഓരോരോ ഭാഗത്ത് പിന്നലും കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ലീവിന്റെ ഫൈനൽ റിസൾട്ട് വരുന്നത് ഈ ഒരു രീതിക്കാണ് കേട്ടോ. ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി റമദാൻ മുബാറക്ക്. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.